രഞ്ജി ചേട്ടാ, നമ്മള് നേരത്തെ ശോകഗാനങ്ങളെ കുറിച്ച് സംസാരിച്ചു. അത് ചെയ്യാൻ ഒരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഫസ്റ്റ് തന്നെ ജോസഫ് മൂവി നമുക്ക് ഒരുപാട് നല്ല അച്ചീവ്മെന്റ്സ് ലൈഫിൽ വന്നൊരു സിനിമയായിരുന്നു. അതിലെ പാട്ടുകളും നമുക്കൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ എന്റെ പ്ലേലിസ്റ്റിൽ തന്നെ ജോസഫിൽ എല്ലാ പാട്ടുകളും. പാർവതി ഞാൻ പേസും മഴയെ വെച്ചോണ്ട് റീലൊക്കെ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെ ചേട്ടാ ജോസഫ് മൂവിയിൽ ആ ഒരു സോങ്സ് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ്? ഫസ്റ്റ് മൂവി തന്നെ അത്രയും നല്ല പാട്ടുകൾ ചെയ്യാൻ പറ്റി, നല്ല അംഗീകാരങ്ങൾ, നല്ല എങ്ങനെയായിരുന്നു അതിന്റെ റെസ്പോൺസസ് ഒക്കെ എങ്ങനെയായിരുന്നു ഇറങ്ങിയതിന് ശേഷം? അത് ജോസഫ് എന്ന് പറയുന്ന സിനിമ എനിക്ക് പപ്പേട്ടൻ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ പപ്പേട്ടനിലേക്ക് ഞാൻ എത്തുകയും പപ്പേട്ടൻ എനിക്ക് സമ്മാനമായിട്ട് തന്നൊരു സിനിമയാണ്. ശരി, അപ്പോൾ അത് ആദ്യം ചെയ്യുന്ന സമയത്ത് 2 പാട്ടുകളായിരുന്നു ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് ഉയരുന്നാഥിനെ എന്ന പാട്ടിന്റെ സ്പേസും പിന്നെ കരിനീല കണ്ണുള്ള പെണ്ണ്, ഈ 2 പാട്ടിന്റെ സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് അത് ജോജു ചേട്ടൻ ഭയങ്കര ഒരു മ്യൂസിക് ലവറാണ്, അറിയാലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മ്യൂസിക്കിന്റെ പ്രാന്തനാണ് ജോജു ചേട്ടൻ. അതായത് അതും കൂടെ വലിയൊരു ഫാക്ടറാണ് പാട്ടുകൾ നന്നായതിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഇൻസ്പയർഡ് ആയതിൽ, എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നതിൽ ജോജു ചേട്ടൻ്റെ പങ്ക് വളരെ 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 വലുതാണ്. അതായത് ജോജു ചേട്ടൻ വന്ന് അഭിനയിച്ച് കാണിച്ചു തരും പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത്. കണ്ണെത്താ ദൂരം നീ മായുന്നു എന്ന് പറഞ്ഞ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ സെമിത്തേരിയാണെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് തലേണി എടുത്ത് കെട്ടിപ്പിടിച്ച് താഴെ കരഞ്ഞുകൊണ്ട് കിടക്കും ജോജു ചേട്ടൻ. അപ്പൊ ഇത് കണ്ടിട്ടാണ് ഞാൻ കണ്ണെത്താ ദൂരം നീ മായുന്നു ആ പാട്ട് കമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതൊരു ചെറിയ കാര്യമല്ല, അത്രയും ഒരു സ്പേസ് നമുക്ക് ആദ്യത്തെ പടത്തിൽ തന്നെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് എക്സാക്റ്റ് ആയിട്ട് ജോസഫിൻ്റെ ഇമോഷൻ എന്താണെന്നും എങ്ങനെയാണ് ജോജു ചേട്ടൻ പെർഫോം ചെയ്യാൻ പോകുന്നതെന്നും ഒക്കെ ഉള്ളൊരു വലിയൊരു ഐഡിയ പക്കയായിട്ട് കിട്ടി. പിന്നെ എനിക്ക് ഈസി ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പാട്ടും കറക്ഷൻസ് വരാത്തൊരു പാട്ടാണ് ജോസഫ്. ഞാൻ കൊടുക്കുന്ന ഫസ്റ്റ് ട്യൂണാണ് എല്ലാം. ഒന്നിനും ഒരു സെക്കൻഡ് ഓപ്ഷൻ ചോദിക്കുകയോ ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് ജോജു ചേട്ടനും പറഞ്ഞിട്ടില്ല, പപ്പേട്ടനും പറഞ്ഞിട്ടില്ല. എല്ലാം ഫസ്റ്റ് ട്യൂൺ ഞാൻ ഓക്കെയായിരുന്നു. കാരണം അത്രയധികം ഇൻവോൾവ് ആവാനായിട്ട് അവർ തന്നെ ഇൻഡയറക്റ്റ്ലി അത് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എല്ലാം ഒരു ഇന്ത്യൻ സംഗീതമാണ്, കൂടുതലും ഈ പറഞ്ഞ തബ്ല, ഇന്ത്യൻ മ്യൂസിക്, ഇന്ത്യൻ പെർക്കഷൻ എല്ലാം ഓറിയൻറ്റഡ് ആയിട്ടാണ് സോങ്സ് എല്ലാം കമ്പോസ് ചെയ്തത്. മെലോഡി ആണെങ്കിലും പൂമത്തോളം എന്ന് പറഞ്ഞ പാട്ട് 80കളിൽ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സോങ് തന്നെയാണ്. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് പേടിയുമായിരുന്നു, എങ്ങനെയാണ് ഈ പാട്ട് സ്വീകരിക്കപ്പെടുക. കാരണം കുമ്പളിങ്ങി നൈറ്റ്സും വരത്തിനും അതുപോലെയുള്ള സൗണ്ട് സ്കേപ്പ് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളും പടങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തബലപ്പാട്ട് എങ്ങനെയായിരിക്കും അംഗീകരിക്കപ്പെടുക, എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ടെൻഷനായിരുന്നു, ഈ പാട്ടിനെ എങ്ങനെയായിരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നെന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ശരത് സാറുടെ ബ്രദർ ഇൻ ലോ ആണ് ജോസഫിലെ എല്ലാ പാട്ടുകളും പെർക്കഷൻ വായിച്ചിരിക്കുന്നത്. ശ്രുതിയാണ് എൻ്റെ എല്ലാ പാട്ടുകളും ഇന്ന് വരെ, ഇപ്പോൾ സുമതി വളവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതുവരെയുള്ള എൻ്റെ എല്ലാ ഇന്ത്യൻ പെർക്കഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സോങ്സ് എല്ലാം വായിച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ഉയരുന്നാഥനിൽ സിത്താർ വായിച്ച ശരത് സാറുടെ ബ്രദറാണ്, രഞ്ജിത്തേട്ടനാണ്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷനും കൂടെ എനിക്ക് ഈ പാട്ടുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ എല്ലാം തനിയെ സംഭവിച്ചാണ് പാർവതി. ഒന്ന് ഹിറ്റാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആ സമയത്ത് ഹിറ്റ് എന്താണെന്നോ ഫ്ലോപ്പ് എന്താണെന്നോ, ഇതിപ്പോൾ ഫ്ലോപ്പായ എന്ത് സംഭവിക്കും, ഹിറ്റായ എന്ത് സംഭവിക്കും ഒന്നും എനിക്കറിയില്ല. തനിയെ സംഭവിച്ചു, കിട്ടിയതൊക്കെ വാങ്ങിച്ചു, സ്വീകരിച്ചു. എനിക്ക് രഞ്ജിന്റെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ കേട്ട ഉടനെ രഞ്ജിനെ വിളിച്ച് പറയുകയും ചെയ്തിരുന്നു, എനിക്ക് എൻ നോമൽ നിധിയല്ലേ. ആ പാട്ട് എപ്പോ കേട്ടാലും നമുക്ക് വിഷമം ഇല്ലെങ്കിലും ഒരു എന്തോ ഉള്ളിൽ വികാര ജീവിയാണ്. പക്ഷെ അത് ഇപ്പോഴും റീൽസിലൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആയി അച്ഛൻ മക്കൾ ഇമോഷൻസ്, കല്യാണം കഴിപ്പിച്ച് വിടുമ്പോ സുരേഷ് ഏട്ടൻ നടന്നു പോകുമ്പോഴും. പക്ഷെ നമുക്ക് ഓമനിക്കാൻ തോന്നുന്ന എന്തിനോടും പാടാവുന്ന ഒരു പാട്ടാണ് അത്. അച്ഛൻ അതെന്റെ മോൻ ജനിക്കുന്ന സമയത്ത് ഉണ്ടായ പാട്ടും കൂടെയാണ് അത്. എനിക്ക് അങ്ങനെ ഒരു കണക്ഷനും കൂടെ ഉണ്ട്. അടിപൊളി, സൂപ്പർ ചേട്ടാ. താങ്ക് യു പാർവതി.